എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആട്ടോ. ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മിന്നിച്ചേക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പാൽച്ചായയിൽ നിന്ന് എൻ്റെ ഡേ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും കടലക്കറിയും വിത്ത് കട്ടൻ ചായ കഴിക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഉച്ചയായി. ഉച്ചയ്ക്ക് ഞാൻ സെയിം കടലക്കറി വിത്ത് പച്ചമോര് കൂടെ ഒരു കണ്ണിമാങ്ങ കേട്ടോ. ഈ കണ്ണിമാങ്ങ ഉണ്ടല്ലോ കുറേ നാൾ മുന്നേ 3-4 മാസം എന്ന് പറയാൻ വേണമെങ്കിൽ അമ്മ ഇട്ട് വെച്ചതാണ്. അതെല്ലാം അലിത്ത് നല്ല ബലബലൂന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള കണ്ണിമാങ്ങ കഴിക്കാനായിട്ട് ഇഷ്ടം. നല്ല ഉപ്പൊക്കെ പിടിച്ച കണ്ണിമാങ്ങ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ഊണ് കഴിക്കുകയാണ്. കൂട്ടത്തിൽ വെള്ളം കുടിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മാങ്ങയൊക്കെ വീണ മാങ്ങയൊക്കെ പെറുക്കി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ നല്ല പഴുത്ത മാങ്ങ അതിനകത്തൊരെണ്ണം കേട്ടോ. അത് എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരികയാണ്. അത് ഇതുപോലെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്ത് ജ്യൂസാട്ടോ വീഴുന്നതെല്ലാം. അതിന് ശേഷം ഞാൻ അതിൻ്റെ ആ തൊലിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ എല്ലാ മാങ്ങയും കഴിച്ചില്ല. അത് പഴുത്ത മാങ്ങ മാത്രം ഇങ്ങനെ കഴിച്ചതിന് ശേഷം ബാക്കി ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് അരിയുന്നാട്ടേ കാണുന്നത്. എനിക്ക് മുന്നേക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ജ്യൂസ് അടിച്ചാൽ. നല്ല കുറേന്നിരിക്കണം കേട്ടോ ജ്യൂസ്. കുറച്ച് ഇങ്ങനെ മാങ്ങ അതിനകത്ത് കട്ടിയായിട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് അടിക്കാനും കിട്ടുമല്ലോ. അതിന് ശേഷം ഞാൻ ആ ഗ്ലാസ്സിലുണ്ടായിരുന്ന എല്ലാം ഞാൻ വടിച്ചെടുക്കുന്ന കേട്ടോ കാണുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ചെറുക്കന്മാർക്ക് ബൂസ്റ്റ് ആട്ടോ എടുക്കുന്ന ആ കൂട്ടത്തിൽ ഞാനും ഒരു ഗ്ലാസ് അടിച്ച് മാറ്റിട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നാക്കാമെന്ന് വിചാരിച്ച് ഒരു കപ്പ് ബൂസ്റ്റ് പാലിൽ ബൂസ്റ്റ് ഇട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം മുന്നേക്ക് വിശക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും കുറുക്കുണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പോയി നോക്കിയിരുന്നപ്പോഴേക്കും അവൻ്റെ കയ്യിൽ നിന്നൊരു 3-4 സ്പൂൺ കുറുക്കും എനിക്ക് അവൻ വായിൽ വെച്ച് തന്നു കേട്ടോ. അപ്പോൾ വീണ്ടും വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 പഴം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നെയ്യിൽ വറുത്തു കേട്ടോ. എന്നിട്ട് അതിനകത്ത് മീതെ ഇങ്ങനെ പഞ്ചസാര തൂവി കൊടുത്തു കേട്ടോ. അത് നെയ്യ് ആയതുകൊണ്ട് ഞാനധികം കഴിച്ചില്ല. ഒരു 2 പീസ് എടുത്ത് കഴിച്ചു എന്നല്ലാതെ അധികം കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി ഈ കൊളസ്ട്രോളിൻ്റെ അസ്കിതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും ചോറാട്ടോ. രാത്രി ചോറ് കടലക്കറി മാത്രം കൂട്ടിയാട്ടോ ഞാൻ കഴിക്കുന്നത്. അതാണ് മുഖത്തത്ര തെളിച്ചില്ലാത്തത്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും ഉണ്ടല്ലോ ഒട്ടും ഇഷ്ടമല്ലാതെയാണ് ഞാൻ കടലക്കറി മാത്രം കൂട്ടി കഴിക്കാൻ ഇരുന്നെങ്കിലും അവസാനം വടിച്ച് നക്കിയെന്നുള്ളതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടലക്കറിയും കുറേ ചാറും നല്ല വെന്ത കടലയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതോടെ എൻ്റെ ഹെവി മീലൊക്കെ ഇവിടെ നിർത്തുകയാണ്. പിന്നെ ലാസ്റ്റ് ഒരു ഇച്ചിരി ജ്യൂസ് ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടി കഴിച്ച് ഞാൻ നിർത്താട്ടെ. ഇതാണ് എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ ഒരു കടലക്കറിയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് 3 നേരം ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും വരാം. അതുവരേക്കും ബൈ.